ഇന്ന് നമ്മൾ ചെയ്തത് ഗോബി മഞ്ചൂരിയൻ. ഏകദേശം ഒരു ചില്ലി ഗോബിയൊക്കെ പോലെ തന്നെയാണ്, പക്ഷെ നല്ല സ്വാദുണ്ടായിരുന്നു. ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാ, പക്ഷെ നന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കോളിഫ്ലവർ എടുത്ത് അതിൻ്റെ ഇലയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഇതളുകളാക്കി കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ കേട്ടോ, അതിൽ ഇട്ട് ഒരു 10-15 മിനിറ്റ് നേരം അങ്ങനെ വെക്കുക. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവും, നല്ല ക്ലീനായി കിട്ടും. പിന്നെ നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുക, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. പിന്നെ അരിപ്പൊടി 3 ടേബിൾ സ്പൂൺ, കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ, വേണമെങ്കിൽ മൈദയും കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇത് കഷ്ണങ്ങളൊന്നും പൊട്ടിപ്പോവാണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വെള്ളമൊഴിച്ച് ഇതിലൊന്ന് പുരണ്ടിരിക്കാൻ വേണ്ടി ഈ പൊടികളൊക്കെ ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. അങ്ങനെ അത് പുരട്ടി അവിടെ വയ്ക്കുക, ഒരു 15 മിനിറ്റ് വരെ അങ്ങനെ വയ്ക്കുക. പിന്നെ എണ്ണ ചൂടാക്കുക. എണ്ണ നമ്മൾ വെളിച്ചെണ്ണ അല്ല, വേറെ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം, വെളിച്ചെണ്ണ ഒഴികെ. അങ്ങനെ നല്ല ചൂടാകുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചതുണ്ടെങ്കിൽ ആ വറുത്ത് കോരി കഴിഞ്ഞിട്ട് അതൊന്ന് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുത്താൽ മതി. ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും ഇങ്ങനെ ഇടുമ്പോൾ. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ നമ്മളെല്ലാതും വറുത്ത് കോരിയെടുത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് സവാള, ക്യാപ്സിക്കം, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അത്രയൊക്കെ സാധനങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് തന്നെ എണ്ണ എടുത്തിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടത് ഒന്ന് മൂത്ത് വരുമ്പോൾ സവാള ഇതുപോലെ ചെറിയ ചെറിയ ഇതളുകൾ ഇങ്ങനെ വിടർത്തി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അതെടുത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസ്. ഇത് ഒഴിച്ചിട്ട് ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, കുരുമുളക് പൊടി, പിന്നെ പച്ചമുളക് മുമ്പേ നമുക്ക് ഇടായിരുന്നു കേട്ടോ, അത് മറന്നു പോയതാണ്. അതാ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒപ്പം തന്നെ പച്ചമുളക് ഇടാം. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് വഴണ്ട് വരുമ്പോൾ ഉപ്പും കൂടെ ചേർക്കാൻ ഈ മസാലയിലേക്ക് ആവശ്യമുള്ളത്. ഒരു മിനിറ്റ് ഒന്ന് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് വാട്ടിയിട്ട് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിക്കുക. അപ്പോൾ ആ കുപ്പിയിലൊഴിച്ചത് ടൊമാറ്റോ സോസിൻ്റെ ബോട്ടിൽ കാലിയായി, അതുകൊണ്ടാണ് കേട്ടോ, അതിലൊന്ന് കലക്കി ഒഴിച്ചതാണ്. അങ്ങനെ ആ വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കലക്കി അതിലൊഴിക്കുക. പിന്നെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ, ലൂസാകും. കാരണം കോൺഫ്ലോർ ഒഴിച്ച് കഴിഞ്ഞാൽ തണുക്കുമ്പോൾ കട്ടിയായിട്ടിരിക്കും. അങ്ങനെ ഇനി ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇത് തിക്കായിട്ടിരിക്കണേ, ആക്കണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല സ്വാദുണ്ടായിരുന്നു പൊറോട്ടയുടെ കൂടെ കഴിക്കാനായിട്ട്. ഇതുപോലെ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിക്കോ, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.